നരേന്ദ്രമോദി മന്ത്രിസഭയിൽ മന്ത്രിയായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ മുൻകാല കോൺഗ്രസ് നേതാവാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. മാധവറാവു സിന്ധ്യയുടെ മകനായിട്ടുള്ള ഗുണയിൽ നിന്ന് നിരവധി തവണ ലോക്സഭയിൽ ജയിച്ചിട്ടുള്ള ലോക്സഭാ അംഗമായിട്ടുള്ള വ്യക്തി കഴിഞ്ഞ തവണ കോൺഗ്രസ് ടിക്കറ്റിൽ തന്നെ മത്സരിച്ച് പരാജയപ്പെടുകയായിരുന്നു. അതേസമയം കമൽനാഥിന്റെ മകൻ ചിന്ദ്വാരയിൽ നിന്നും വിജയിച്ച ഏക കോൺഗ്രസ് MP ആയിരുന്നു മധ്യപ്രദേശിൽ. കമൽനാഥ് കോൺഗ്രസിന്റെ പിടി മുറുക്കിയപ്പോൾ മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കും അദ്ദേഹത്തിന്റെ അനുകൂലികൾക്കും വലിയ തോതിൽ നഷ്ടങ്ങൾ സംഭവിച്ചു. അത് അദ്ദേഹത്തിനെ പാർട്ടി വിടാനുള്ള കാരണമായി അതിന്റെ പ്രേരണ മാറിക്കഴിഞ്ഞിരുന്നു. അത് വലിയ തോതിൽ BJPയുടെ വളർച്ചയ്ക്ക് കാതലായ കാരണമായി. കഴിഞ്ഞ തവണ മോഹൻ യാദവിന് അവിടെ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുന്നതിന് കാരണമായ BJPയുടെ അഭൂതപൂർവമായ ജയത്തിന് വഴിയൊരുക്കിയത് ജ്യോതിരാദിത്യ സിന്ധ്യ കൂടിയാണ്. അവിടെ ശിവരാജ് സിംഗ് ചൗഹാനെ മാറ്റി നിർത്താൻ BJPക്ക് പ്രേരണയായതുപോലും ജ്യോതിരാദിത്യ സിന്ധ്യ BJPക്ക് കൊടുത്ത പിന്തുണയാണ്. ജ്യോതിരാദിത്യ സിന്ധ്യയും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന 60ഓളം MLA മാരും ഒരു കാരണവശാലും BJPയെ ചതിക്കില്ല എന്നുള്ള മോദിയുടെ ആത്മവിശ്വാസം കാരണമാണ് അവിടെ മോഹൻ യാദവിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത്. അല്ലായിരുന്നെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാനെതിരെയുള്ള ഒരു റിവോൾട്ട് നടക്കില്ല. എന്നാൽ ഇപ്പോൾ പുതിയ ഒരു ഇക്വേഷനിലേക്ക് കേന്ദ്രം വന്നിരിക്കുന്നു. അതായത് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ മുഖ്യമന്ത്രി പദവി കൊടുക്കണം എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ അനുകൂലികൾ ചർച്ച നടത്തിയിരിക്കുകയാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം എന്ന രീതിയിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകണം എന്നുള്ള ആവശ്യം അവിടെ വന്നിരിക്കുന്നു. നമുക്കറിയാം, ഗ്വാളിയർ രാജ കുടുംബാംഗമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. വസുന്ധര രാജയുടെ ബന്ധു കൂടിയാണ്. വസുന്ധര രാജയ്ക്ക് രാജസ്ഥാനിൽ കുറി മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലായിരുന്നു. നമുക്കറിയാം, അവിടെ ഭജൻലാൽ ശർമ്മയാണ് മുഖ്യമന്ത്രിയായത്. എന്നാൽ മധ്യപ്രദേശിന്റെ കാര്യത്തിൽ തീർത്തും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയമാണ് അവിടെ വന്നിരിക്കുന്നത്. അതായത് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം ഒരു കാരണവശാലും ഈ ഒരു ഫോർമുലയുമായി അറ്റാച്ച് ചെയ്യത്തില്ല. അതേസമയം കമൽനാഥ് BJPയിലേക്ക് വരുന്നു എന്ന വാർത്ത ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്നത് സിന്ധ്യയ്ക്കും സിന്ധ്യയുടെ അനുകൂലികൾക്കുമാണ്. കോൺഗ്രസിൽ നിന്ന കാലം അത്രയും ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് അള്ളുവെച്ച ഒരു നേതാവിനെ BJP ഇരുകൈയും നീട്ടി സ്വീകരിച്ചാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അത് വലിയ തോതിൽ കമൽനാഥിനെ BJPയിലേക്ക് എത്തിച്ചാൽ അത് തന്നോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവജ്ഞതയായിരിക്കും എന്നുള്ളത് ജ്യോതിരാദിത്യ സിന്ധ്യ വെട്ടി തുറന്ന് അദ്ദേഹത്തിന്റെ അനുകൂലികളോട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം.